നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. എന്തായാലും മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് സ്വയം മനസ്സിലായി. ഇച്ചിരി ഗ്യാപ്പ് കിട്ടുമ്പോൾ മൊബൈലിൽ കുത്തിക്കളിക്കാതെ വല്ല വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൽ ആക്റ്റീവായി ഇരിക്കാമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. ആ പ്രായപ്രകാരം പഴയ ഒരു വീഡിയോ ആണ്. 1 വീക്ക് ബിഫോർ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു. സോനുവിനൊക്കെ ഇപ്പം സോനുവിൻ്റെ ഹരിക്ക് കോഗ്നിസൻ്റ് കോയമ്പത്തൂരിൽ കയറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അവർ മാറിയിട്ട് താമസമൊക്കെ മാറിയപ്പോൾ അവരെങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ, ഞാൻ, സിന്ധു, സജീവൻ, കിങ്ങിണി, കണ്ണൻ, സർള ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടെ കോയമ്പത്തൂരിലേക്ക് പോയായിരുന്നു. 2 ദിവസത്തേക്കാട്ടോ പോയത് അവരെ കാണാൻ. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം കോയമ്പത്തൂർ കോയമ്പത്തൂർ പോകുമ്പോൾ നമ്മൾ എവിടെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്? ഈശ എന്ന് തന്നെയല്ലേ ആ ശിവൻ്റെ ആ വലിയ പ്രതിമയുള്ളത് അറിയില്ല എല്ലാവർക്കും. അപ്പോൾ അവിടെ പോയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ആയതനുസരിച്ച് നമ്മുടെ ഒരു ടൂർ ഒന്നോണം ഞങ്ങളെല്ലാവരും കൂടെ, സോനു, ഹരി, ഞങ്ങളെല്ലാവരും കൂടി അവിടെ വന്നിരിക്കുക കേട്ടോ. സന്ധ്യയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. എൻ്റെ അമ്മ ഒരു അസാധ്യ കാഴ്ചയായിരുന്നു കേട്ടോ. എന്നാ ഒരു ഇതാണ് സത്യത്തിൽ. കുറച്ച് ഭയങ്കര ഭക്തിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഇരുന്നങ്ങ് ഭക്തി അങ്ങ് എന്താണ് തപസ്സിരിക്കുന്ന പോലെ ഇരുന്ന് പോകും. അമ്മാതിരി ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഏരിയ കാണാനോ അതിൻ്റെ വ്യൂ അതിലേറെ ഭംഗിയാണ്. അത് ഞങ്ങൾ ചെന്നതൊരു ലൈറ്റാ പൊടിപൊടി മഴയും ഒരു ഊട്ടി പോയ അവസ്ഥയിലുള്ള അന്തരീക്ഷ സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അതായത് സന്ധ്യ സമയത്ത്. അപ്പം അങ്ങനെ അവിടെ എത്തിയ കാഴ്ച കണ്ട ആ സൈഡും അതിൻ്റെ സീനറിയൊക്കെ നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും പോയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി ആസ്വദിക്കുക. അവിടെ ഭയങ്കര സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ കുറേ പരിപാടിയുണ്ട്. ഈ ശിവൻ്റെ ഈ വലിയ പ്രതിമയ്ക്കകത്ത് ഓരോ സമയത്തും ഈ യോഗ ഉണ്ടല്ലോ, യോഗ ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷം കണ്ടില്ലേ? ഇത് കണ്ട ആർക്കാണ് ഭക്തി വരാത്തത്? ശിവഭക്തന്മാരായിപ്പോയി. അമ്മാതിരിയാണ് അവർ അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയത് ബുദ്ധിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ബുദ്ധിയായിരിക്കും. ഞങ്ങളങ്ങനെ അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അത്ര അമ്മാതിരി ആൾക്കാരാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ്. അങ്ങനെ കുറേയൊക്കെ അവിടെ കണ്ടിട്ട് വട്ടം കൂടിയിരുന്നപ്പോഴേ ആ ഗ്രൗണ്ടിനകത്തേക്ക് അതെന്തോ പശു അതോ കാളയാണോ പോത്തെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പെടും. എനിക്കിതൊന്നും തിരിച്ചറിയാൻ പാടില്ല. നിങ്ങൾ കളിയാക്കരുത്. എന്തായാലും ഞങ്ങൾ ഇരുന്ന സമയത്ത് അതിങ്ങനെ നമ്മളടുത്തേക്ക് വന്നു. സോനു ഞങ്ങളെല്ലാം പേടിച്ച് വിറച്ച്. ഞങ്ങളുടെ കയ്യിലെല്ലാം ചായയുടെ കപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, ഇരുട്ടത്ത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എണീറ്റ്. അപ്പോൾ സന്ധ്യയായപ്പോൾ അവിടുത്തെ ലൈറ്റ് ഷോ അവിടെ മൊത്തം അതായത് ലൈറ്റ്സൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ കണ്ടില്ല ആ വിഗ്രഹം. അതിനകത്ത് ഇങ്ങനെ പല ശിവതാണ്ഡവം ഉൾപ്പെടെ ശിവൻ്റെ ചരിത്രമെല്ലാം അവർ ആ ലൈറ്റിങ്ങിലൂടെ തന്നെ കാണിക്കും. ആ കാഴ്ചയെന്ന് പറഞ്ഞാൽ എവിടെയും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ബിംബത്തിൽ മാത്രമേ എല്ലാവരെയും കോൺസെൻട്രേഷൻ. എല്ലാവരും അതിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒച്ച പോലും ആരും വെക്കാറില്ല കേട്ടോ അത് നടന്നുകൊണ്ടിരിക്കുമ്പം. അത് യോഗ ആചാര്യനുണ്ട് അവിടെ, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ മൈക്കിലൂടെ ഇതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. സത്യം പറയും, യോഗ ചെയ്തവർ അവിടെ ഇരുന്ന് യോഗ ചെയ്യാൻ പറ്റും. അമ്മാതിരി ഡിവൈനായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ലൈറ്റിങ്ങിൻ്റെ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. ആ വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതല്ല, നേരിട്ട് അവിടെ ചെന്ന് ആ വിഷ്വൽ കാണാനുള്ളതാണ്. അത് ഒന്നൊന്നരയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇച്ചിരിയും കൂടെ ഒക്കെ മനസ്സ് കട്ടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കണ്ണീന്നൊക്കെ കണ്ണീര് വരും. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് പുള്ളി അത് ഇംഗ്ലീഷിലാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിലും ഹിന്ദി പല ലാംഗ്വേജിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഹിന്ദിയിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ആ ഓരോ ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ എന്തോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശിവൻ്റെ ഓരോ കാര്യങ്ങളും അതനുസരിച്ച് ആ ലൈറ്റിനകത്ത് ആ ഉള്ളിൽ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. എനിക്കതങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല. അമ്മാതിരി ഈ സമയത്തുണ്ടല്ലോ ഈ ലൈറ്റിങ് തുടങ്ങിയപ്പം ചെറിയ സ്റ്റാർട്ടിങ്ങിൽ മഴത്തുള്ളി പോലെ കുറച്ചുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം ഇരുന്ന് നനഞ്ഞ് കുഴഞ്ഞ് ആകെ ചളി പുളിയാകുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മളെ ഒന്ന് പുണ്യാഹം തളിച്ച് വൃത്തിയാക്കുന്നത് പോലൊരു 2-3 തുള്ളിയുണ്ട്. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ ആ ലൈറ്റ് കൊണ്ടുള്ള അവരുടെ ആ പരിപാടികൾ. സത്യം പറഞ്ഞാൽ അപൂർവ കാഴ്ചയാണ്. എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സമയമുണ്ടെന്ന് തോന്നുന്നു. 7 to 20-25 മിനിറ്റ് അതെങ്ങനെ ഉണ്ടാകും അവിടെ ഇങ്ങനെ ലൈറ്റിങ്. അത് കാണാനായിട്ടാണ് ആൾക്കാർ ഇത് വരുന്നത്.
അസാധ്യ കാഴ്ചയാണ്. ഇത് ലൈവ് കാണുന്നതാണ് നല്ലത്. ഇതിപ്പം വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൂടാണ്ട് അവിടെ തൊടാനൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, ശിവൻ്റെ ഇത് വെച്ചിട്ട് പൂജാരി അതും ഇതൊക്കെ ഉണ്ട്. അതായത് സീനറി കാണാനാണ് ഏറ്റവും വലിയ ഒരു സൂപ്പർ ഇത്. ഈശ എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, ഈശ. ഇത് യോഗയുടെ ആചാര്യനാണല്ലോ നമ്മുടെ ശിവഭഗവാനാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫുള്ളിരുന്ന് കണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തേക്ക് കോയമ്പത്തൂർ ട്രിപ്പിന് പോയെങ്കിലും ഏറ്റവും വർത്തായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. സോനു പിന്നെ ഇതുപോലുള്ള സ്പോട്ടുകളൊക്കെ കണ്ടെത്തുകയും എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യും. അതുപോലെ ഞങ്ങൾ അതുതന്നെ അവരൊക്കെ സോനും ഹരിയും അതുപോലെ കിങ്ങിണിയും സരള ചേച്ചിയും കൂടെ അവരെ കാരണം നമ്മൾ പിന്നെ അവിടുത്തെ ഊബറൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. വളരെ നല്ലൊരു സംഭവമായിട്ട് കോയമ്പത്തൂർ ട്രിപ്പ് മാറി. ഇതിനോടൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ ഒരു ഓൺലൈൻ സാരി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ സാരി പർച്ചേസ് ചെയ്യാനൊക്കെ. അപ്പം അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അതൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഇത് ഈശ സംഭവം മുമ്പ് തൊട്ടേ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു. ഈ നമ്മൾ വീഡിയോകളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇത് ഒന്ന് പോയാലോ എന്ന് വെച്ചാൽ എന്തായാലും അത് സാധിച്ച് ആ വിഷ്വൽ എഫക്റ്റുകളൊക്കെ ലൈവായിട്ട് കണ്ട് ഇത് മനുഷ്യൻ്റെ ഓരോ എന്താണ് കണ്ടുപിടുത്തങ്ങളെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് തരുന്നില്ലേ. ചന്ദ്രക്കലയൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ കാണുമ്പോൾ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഇടി മിന്നും കേട്ടോ, പക്ഷെ മഴ പെയ്യുന്നില്ല. എന്നിട്ടും ഈ സൂചി ഇട സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാരിങ്ങനെ തിങ്ങിയിരിക്കുക. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ആൾക്കാർ ഡാൻസിൻ്റെയൊക്കെ വീഡിയോ ഇല്ലേ, ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഭംഗിയായിട്ട് കാണാറില്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാനെന്തോ കോപ്രായം കാണിക്കുന്നത്. സോനു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എല്ലാവരും കോയമ്പത്തൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം, അത് കാണണം. ഇതൊക്കെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമുക്ക് ഇതൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോന്ന് മറ്റേ ആ ലൈറ്റിൻ്റെ പരിപാടി നോക്കിയേ. ശരിക്കും കോയമ്പത്തൂർ പോകണം. ഇവർ എറണാകുളത്ത് താമസിക്കുന്നവർക്ക് കോയമ്പത്തൂർ പോകുന്നതിന് അധികം ദൂരമൊന്നുമില്ല, 4 മണിക്കൂറേ ഉള്ളൂ. പോയി കണ്ടിട്ട് തിരിച്ച് വരാവുന്ന, അന്ന് പോയിട്ട് അന്ന് വരാവുന്ന ദൂരമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെയൊക്കെ പോകണം. അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രിയിൽ പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിന് തിരിച്ച് ഇവിടെ തിങ്കളാഴ്ച വെളുപ്പിന് രാവിലെ 8:30 ഇവിടെ എത്തി. ഇതെല്ലാം കണ്ട ശേഷം അപ്പം ഓക്കേ.